ന്യൂഡൽഹിയിൽ നടന്ന ദേശീയ സ്കൂൾ ഗെയിംസ് നീന്തൽ മത്സരത്തിൽ തിളക്കമാർന്ന വിജയം നേടിയിരിക്കുകയാണ് ആലുവ കാഞ്ഞൂർ സ്വദേശി ഇന്ദ്രാണി. 3 ഇനങ്ങളിലായി 2 സ്വർണ്ണ മെഡലുകളും 1 വെള്ളിയുമാണ് ഈ കൊച്ചുമിടുക്കി സ്വന്തമാക്കിയത്. ഈ മെഡലിന് പിന്നിലൊരു കഥയുണ്ട്. ഒരു സ്പോർട്സ് ത്രില്ലർ സിനിമയെ അനുസ്മരിപ്പിക്കുന്ന കഥ. ആലുവ കാഞ്ഞൂർ സ്വദേശി ഇന്ദ്രാണിയുടെ നേട്ടത്തിൻ്റെ കഥ. ഡൽഹിയിലെ താൽക്കത്തോറ സ്റ്റേഡിയം ദേശീയ സ്കൂൾ ഗെയിംസിൽ പെൺകുട്ടികളുടെ നീന്തൽ മത്സരം നടക്കുന്നു. ഇന്ദ്രാണിക്ക് കടുത്ത പനി. ഹീറ്റ്സിൽ പ്രതീക്ഷിച്ച പ്രകടനം കാഴ്ചവെച്ചില്ല. ഫൈനലിൽ എത്തില്ല എന്ന് വിചാരിച്ചിരിക്കെ 200 മീറ്റർ ഫ്രീ സ്റ്റൈലിൽ 8ാമത്തെ ഫൈനലിസ്റ്റായി ഫൈനലിലേക്കെത്തി. പിന്നെ കണ്ടത് മിന്നും പ്രകടനം. അധികം മെഡൽ വീഴാത്ത 8ാം ട്രാക്കിൽ ഇന്ദ്രാണി നേടിയെടുത്തു സ്വർണ്ണ മെഡൽ. ഞങ്ങളിവിടെ കാലടി ശ്രീ ശങ്കരാചാര്യരുടെ ക്ഷേത്രമുണ്ട്. അവിടെ ഒരു സപ്തമാതാക്കളിൽ ഒന്നാണ് ഇന്ദ്രാണി. അപ്പം ഞങ്ങൾക്ക് 2 പേർക്കും ആ പേര് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് മകൾക്ക് ഇന്ദ്രാണി എന്നുള്ള പേരിട്ടത്. വെള്ളത്തിൽ ഇറങ്ങിയാൽ ഇന്ദ്രാണി സർവ്വവും മറക്കും. എന്തെന്നില്ലാത്ത ഊർജം മെഡലിലേക്ക് കുതിച്ചു വായിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ സ്വിമ്മിങ് എന്ന് പറയുന്നത് വളരെ ടഫായിട്ടുള്ള സ്പോർട്സാണ്. അതൊരു വെറൈറ്റി സ്പോർട്സ് വരെയാണ് എനിക്ക് തോന്നിയത്. എന്താണെന്നറിയില്ല, ഞാൻ വെള്ളത്തിലിറങ്ങിയാൽ എനിക്ക് ഭയങ്കര സന്തോഷം തരും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സ്പോർട്സ് ചൂസ് ചെയ്തത്. കോച്ച് അനിൽകുമാർ സാർ തന്നെയാണ് എൻ്റെ ഫസ്റ്റ് റോൾ മോഡൽ. അത് കഴിഞ്ഞിട്ട് ഇന്ത്യയിൽ നിന്ന് കുറേ സ്വിമ്മേഴ്സ് ഉണ്ട്. ശ്രീഹരി നടരാജ്, ദിനിധി ദേശിംഗു, ഇവരെല്ലാം എൻ്റെ റോൾ മോഡൽസാണ്. ബട്ട് അനിൽ സാറാണ് എൻ്റെ ഏറ്റവും ആദ്യത്തെ റോൾ മോഡൽ എന്ന് പറയുന്നത്. നീന്തലിന് കൂടുതൽ പ്രാധാന്യം നൽകുമ്പോൾ പഠനത്തിൽ പിന്നിലാകുമോ എന്നായിരുന്നു ആശങ്ക. അതിനാൽ ആദ്യം രക്ഷിതാക്കൾ എതിർത്തു. ആദ്യം ഞങ്ങൾ നിരുത്സാഹപ്പെടുത്തുക തന്നെയാണ് ഉണ്ടായത്. കാരണം രാവിലെ 5:45 പോകണം. നമ്മൾ പഠിത്തത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു രീതിയായിരുന്നു. പക്ഷേ ഒരു 2ാം ക്ലാസ്സിൽ വെച്ചിട്ടാണ് മോൾ ആദ്യമായിട്ട് ഇതിന് ചേരുന്നത്. ആ സമയത്ത് നമ്മൾ കൊണ്ടുവരാനും പഠിക്കണം, ആ ഒരു കാര്യത്തിലൊക്കെ നമ്മൾ ആദ്യം പിന്തിരിപ്പിക്കാനാണ് ശ്രമിച്ചത്. പക്ഷേ മോളുടെ ഇൻട്രസ്റ്റ് കണ്ടപ്പോൾ, വളരെയധികം ഉത്സാഹത്തോടെ പോകുന്നത് കണ്ടപ്പോൾ, എന്നാൽ ഇങ്ങനെയൊക്കെ ആവുമെന്ന് കരുതിയിട്ടല്ല, നമ്മൾ അതിനെ പൂർണ്ണമായും പിന്തുണച്ചു. അമ്മയുടെ ആശങ്കയ്ക്ക് ഇന്ദ്രാണി പരിഹാരവും കണ്ടെത്തി. അച്ചടക്കവും ദിനചര്യയും ഉണ്ടെങ്കിൽ പഠനവും നീന്തലും ഒന്നിച്ചു കൊണ്ടുപോകാം. ആദ്യം തന്നെ ഡിസിപ്ലിനാണ് വേണ്ടത്. അതിൻ്റെ റൊട്ടീൻ വേണം. ഡിസിപ്ലിനും റൊട്ടീനും നല്ലതായിട്ട് കൊണ്ടുനടന്നാൽ എല്ലാം ചെയ്യാൻ പറ്റും. പിന്നെ സ്കൂൾ നല്ല സപ്പോർട്ടാണ്, ടീച്ചേഴ്സും ഫ്രണ്ട്സും എല്ലാം നല്ല സപ്പോർട്ടാണ്. ഖത്തറിൽ 2 മാസം പരിശീലനം ലഭിച്ചതും അവിടെ H2O സ്പ്രിംഗ് കപ്പിൽ വിജയിച്ചതുമെല്ലാം ദേശീയ സ്കൂൾ ഗെയിംസിൽ ഗുണം ചെയ്തു. ഇന്ദ്രാണി 200 മീറ്റർ ഫ്രീ സ്റ്റൈലിൽ സ്വർണവും 400 മീറ്റർ ഫ്രീ സ്റ്റൈലിൽ വെള്ളിയും 4x100 മീറ്റർ ഫ്രീ സ്റ്റൈൽ റിലേയിൽ സ്വർണവും ഇന്ദ്രാണി നേടി. രാജ്യത്തെ പ്രതിനിധീകരിച്ച് ഒളിമ്പിക്സ് എന്ന സ്വപ്നവും ഏതൊരു കായിക താരത്തിനെന്ന പോലെ ഇന്ദ്രാണിക്കുമുണ്ട്. എൻ്റെ ഡ്രീം എന്ന് പറയുന്നത് ഇപ്പോൾ നാഷണൽസിൽ പോയി മെഡൽ മേടിച്ച് റെക്കോർഡൊക്കെ ഇടാനാണ്. അത് കഴിഞ്ഞിട്ട് ഭാവിയിൽ ഒളിമ്പിക്സ് പോകാനാണ്. എന്തായാലും ഇന്ത്യനെ റെപ്രസെൻ്റ് ചെയ്യാൻ ആണ് ശ്രമിക്കുന്നത്. പ്രവാസിയായ മുരളീകൃഷ്ണന്റെയും അധ്യാപികയായ ആരതിയുടെയും മകളാണ് ഇന്ദ്രാണി എം മേനോൻ. അങ്കമാലി വിശ്വജ്യോതി പബ്ലിക് സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഇതേ സ്കൂളിലെ പൂർണിമ ദേവ് എന്ന വിദ്യാർത്ഥിയും സ്വർണം നേടിയിരുന്നു. ജനം, കൊച്ചി.